ഒരു കമ്പനിയുടെ ഡയറക്ടറുടെ മേൽവിലാസമായിട്ട് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രേഖകൾ ഒളിപ്പിക്കാൻ ഏറ്റവും സൗകര്യമുള്ള സ്ഥലം കൂടിയാണ് വീണയെ സംബന്ധിച്ചിടത്തോളം AKG സെൻറ്റർ. അച്ഛൻ്റെ വീടും ഭർത്താവിൻ്റെ വീടുമൊക്കെ റെയ്ഡ് ചെയ്യുന്നത് സ്വാഭാവികവുമാണ്. പക്ഷേ കമ്പനിയുടെ ഡയറക്ടറുടെ ഒഫീഷ്യൽ മേൽവിലാസം റെയ്ഡിൽ നിന്ന് ഒഴിവാക്കിയതിന് പിണറായി വിജയനും മോദിയും തമ്മിലുള്ള ബാന്ധവത്തിൻ്റെ മറവിലാണോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കള്ളക്കമ്പനിക്ക് പാർട്ടി പ്രവർത്തകരുടെ വേർപ്പ് കൊണ്ട് ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഓഫീസിൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ചത് ചോദ്യം ചെയ്യാൻ നട്ടെല്ലിന് ബലമില്ലാത്ത ഒരു സഖാവും ആ സ്ഥലം റെയ്ഡ് ചെയ്യാത്തതിൽ പരാതി ഉന്നയിക്കുന്നത് പുലഭ്യം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലേ? രാജു പി നായരുടെ ഒരു പോസ്റ്റാണ്. രാജു പി നായരുടെ ഈ പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം കേട്ടത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ ഒരു വാർത്താ സമ്മേളനത്തിലുള്ള ഒരു പ്രതികരണമാണ്. തൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ED അന്വേഷണവും മയക്കുമരുന്ന് കേസുകളും ഒക്കെ ഉണ്ടായപ്പോൾ അന്ന് അതിനെക്കുറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് ബിനീഷ് ഒരു പാർട്ടി പ്രവർത്തകനല്ല, പാർട്ടിയുടെ മെമ്പറല്ല, അതുകൊണ്ട് അയാൾക്കെതിരെയുള്ള നടപടി അന്വേഷണത്തിൻ്റെ ഭാഗമായി നടക്കട്ടെ, അയാൾക്ക് കുറ്റക്കാരനെങ്കിൽ ഏത് വലിയ ശിക്ഷയും ലഭിച്ചോട്ടെ, പാർട്ടിക്കതിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ളതായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ്റെ വാദം. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ തംബ്നെയിലിൽ കണ്ട ആ ചിത്രം എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്റ്റർ ചെയ്ത വീണയുടെ അഡ്രസ്സാണ്. എന്താണ് വീണയുടെ അഡ്രസ്സ്? നെയിം വീണ തൈക്കണ്ടിയിൽ, ഫാദേഴ്സ് നെയിം ഡോക്ടർ ഓഫ് പിണറായി വിജയൻ, അഡ്രസ്സ് AKG സെൻറ്റർ, പാളയം, തിരുവനന്തപുരം, കേരള 695034 പിൻകോഡാണ്. വളരെ കൃത്യമല്ലേ? ഇനി ഇത് അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നത് മറ്റൊരാളാണ്. 27 ഓഗസ്റ്റ് 2014 ഇത് അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോട്ടറി DK രമേശപ്പ, ഗവൺമെൻറ് ഓഫ് കർണാടക, ബംഗളൂരു. മനസ്സിലായില്ലേ? അഡ്വക്കേറ്റ് ആൻഡ് നോട്ടറി, ജയാനഗർ, ബാംഗ്ലൂര്. അപ്പോൾ DK രമേശപ്പ MA LLB ആണ് അറ്റസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ അറ്റസ്റ്റ് ചെയ്ത വ്യക്തി എന്ത് കണ്ടിട്ടാണ് ഇത് അറ്റസ്റ്റ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം വീണ തൈക്കണ്ടിയിൽ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ അന്നത്തെ ആരായിരുന്നു? പാർട്ടി സെക്രട്ടറി അല്ലേ? 2014 പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി അല്ലേ? യെസ്. 2014 പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയിൽ അഡ്രസ്സ് കൊടുക്കുന്നത് AKG സെൻറ്റർ, പാളയം, തിരുവനന്തപുരം, കേരള എന്നാണ്. എങ്ങനെയാണിത് അറ്റസ്റ്റ് ചെയ്തത് എന്ന് തന്നെ പോലും മനസ്സിലാകുന്നില്ല. അതവിടെ നിൽക്കട്ടെ, അതല്ല വിഷയം. അറ്റസ്റ്റേഷനല്ല ഇവിടുത്തെ വിഷയം. അതിനേക്കാളൊക്കെ വലിയ കാര്യം എന്ന് പറയുന്നത് മെനിഞ്ഞാന്ന് നടന്ന റെയ്ഡിൽ പിണറായി വിജയൻ്റെ വീട്, മുഹമ്മദ് റിയാസിൻ്റെ വീട്, വീണയുടെ ബാംഗ്ലൂരിലെ ഓഫീസ്, അങ്ങനെ പലയിടങ്ങളിലും ഒരേ സമയം റെയ്ഡ് നടന്നപ്പോൾ കമ്പനീസ് രജിസ്റ്ററിൽ വീണ തൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്, വീണയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് AKG സെൻറ്റർ, പാളയമാണ്. എന്തുകൊണ്ട് ഈ AKG സെൻറ്ററിൽ റെയ്ഡ് നടന്നില്ല? വളരെ കൃത്യമാണല്ലോ. ഈ AKG സെൻറ്ററിൽ വീണയെ സംബന്ധിച്ചിടത്തോളം വീണയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള അവിഹിത സ്വത്ത് സമ്പാദനത്തിൻ്റെയും എല്ലാ കള്ളക്കളികളുടെയും ഒക്കെ രേഖകൾ ഇത്ര ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കാൻ മറ്റൊരിടം വീണയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ? ഇല്ല എന്നുള്ളതല്ലേ ഇതിൻ്റെ യാഥാർത്ഥ്യം. കാരണം ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും വീട്ടിൽ ഒരേ സമയം ED റെയ്ഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ED വീണ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് AKG സെൻറ്റർ എന്നാണ്. അതല്ലാതെ പിണറായി വിജയൻ്റെ തൈക്കണ്ടി പിണറായിലുള്ള വീടിൻ്റെ അഡ്രസ്സ് അല്ല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ അഡ്രസ്സ് 2014 ആ വീട് അവിടെ തന്നെയുണ്ട്. 2014 ശേഷം കെട്ടിയ വീടല്ല അത്. പിണറായി വിജയൻ്റെ വീട് 2014 ഇതുപോലെ കണ്ണൂരിലെ പിണറായിയിൽ ആ വീട് അവിടെയുണ്ട് അല്ലേ? അപ്പോൾ ആ അഡ്രസ്സ് നൽകാതെ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സ് നൽകി എന്ന് മാത്രമല്ല, അത് വീണ കരുതിയിരിക്കുന്നതും വീണ വിശ്വസിക്കുന്നതും തനിക്ക് ഏറ്റവും സേഫായിട്ടുള്ള പ്ലേസ് അത് AKG സെൻറ്ററാണ്. എൻ്റെ ചോദ്യം
ഈ പറയുന്ന രാജു പി നായർ ചോദിച്ചതുപോലെ തന്നെ കൃത്യമായിട്ട് എന്തുകൊണ്ട് വീണ കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സിലുള്ള AKG സെൻറ്ററിൽ എന്തുകൊണ്ട് റെയ്ഡ് ഉണ്ടായില്ല? കൃത്യമാണല്ലോ. ഇത്രയും കാലം പിണറായി വിജയനെ ഏത് രീതിയിൽ BJPയും RSSും നരേന്ദ്രമോദിയും സംരക്ഷിച്ചോ ആ സംരക്ഷണം തന്നെയാണ് ഇവിടെയും ലഭിച്ചിരിക്കുന്നത്. AKG സെൻറ്ററിലേക്ക് എന്തേ ED വരാത്തത്? എന്തേ അവിടെ റെയ്ഡ് നടത്താത്തത്? AKG സെൻറ്ററിൻ്റെ അഡ്രസ്സാണല്ലോ പിണറായി വിജയൻ്റെ മകൾ തൈക്കണ്ടിയിൽ വീണ തൻ്റെ അഡ്രസ്സായി എഴുതി ചേർത്തിരിക്കുന്നത് AKG സെൻറ്ററിൻ്റെ അഡ്രസ്സാണല്ലോ. അപ്പോൾ അവിടെ എന്തുകൊണ്ട് റെയ്ഡ് നടന്നില്ല? അതാണ് ഈ പറയുന്ന നരേന്ദ്രമോദിയും RSSും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പിണറായി വിജയന് ഏതൊക്കെ ഘട്ടത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നോ അന്നൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ EDയോ CBIയോ NIAയോ നാഷണൽ അന്വേഷണ ഏജൻസികളോ ഏതെങ്കിലും ടീം കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ ആരെങ്കിലും ഒരാൾ പിണറായി വിജയനെതിരെ എന്തെങ്കിലും ഒരു കടലാസ് ഇട്ട് വരും. കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയൻ 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന കാലത്തൊക്കെ നമ്മൾ കണ്ടതാ. എന്തെങ്കിലും ഒരു കിഡ്നാപ്പും പൊങ്ങിക്കൊണ്ട് ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരും. 2 ദിവസം കഴിയുമ്പോൾ അതിന്മേലൊരു ക്ലീൻ ചീട്ട് പിണറായി വിജയന് നൽകുകയും ചെയ്യും. കൃത്യമായി പ്രതിസന്ധികൾ ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ പിണറായി വിജയനെ രക്ഷിക്കാൻ വൈറ്റ് വാഷ് ചെയ്യാൻ ഇത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതും അത് തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തോറ്റ് തുന്നം പാറി. മാത്രമല്ല പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ MLA സ്ഥാനത്തിരിക്കാൻ അർഹനല്ല, പിണറായി രാജിവെക്കണം, പിണറായി പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കരുത്, MLA സ്ഥാനത്തിരിക്കരുത്, പിണറായി രാജിവെക്കണമെന്ന് കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികളിൽ, ഏരിയ കമ്മിറ്റികളിൽ, ബ്രാഞ്ച് കമ്മിറ്റികളിൽ, ജില്ലാ കമ്മിറ്റികളിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലടക്കം ആവശ്യങ്ങൾ ഉയരുന്ന ഘട്ടത്തിലാണ് കൃത്യമായിട്ട് ED എത്തുന്നത്. അല്ലേ? കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ വൈറ്റ് വാഷ് ചെയ്യുന്ന ഉത്തരവാദിത്തം അത് നരേന്ദ്രമോദിയുടേതാണ്, അത് RSSൻ്റെതാണ്. കാരണം കഴിഞ്ഞ 10 വർഷം കുനിഞ്ഞു നിന്ന് ഊമ്പിയത് അത്രമാത്രം ഊമ്പിക്കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ. അതിനൊക്കെയുള്ള ഒരു പാരിതോഷികം എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിക്കുള്ളിൽ പോലും പിണറായി വിജയൻ ഒറ്റപ്പെടുന്ന ഒരു ഘട്ടം വന്നപ്പോൾ കൃത്യമായിട്ട് ED ഓടിയെത്തുന്നു, ഒരു റെയ്ഡ് നടത്തുന്നു. ഇനി അടുത്തത് ക്ലീൻ ചീട്ട് നൽകലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എവിടേക്കാണ് ഈ പ്രോസസ്സിങ് പോയിക്കൊണ്ടിരിക്കുന്നത്? കൃത്യമല്ല കാര്യങ്ങൾ. ഡീല് സംഘപരിവാരവും RSSും പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഡീലാണ് അല്ലേ? ആ ഡീലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ മെനിഞ്ഞാന്ന് റെയ്ഡ് നടക്കുമ്പോൾ ഏറ്റവും ആദ്യം EDയുടെ ഉദ്യോഗസ്ഥർ കയറേണ്ടിയിരുന്നത് തിരുവനന്തപുരത്തെ AKG സെൻറ്ററിലായിരുന്നു. AKG സെൻറ്റർ എന്ന് പറയുമ്പോൾ പഴയ AKG സെൻറ്ററിൻ്റെ അഡ്രസ്സാണ് ഉള്ളത് അല്ലേ? 2014 പാളയത്തുള്ള പഴയ AKG സെൻറ്റർ, അവിടെ ആയിരുന്നു ആദ്യം ED കയറേണ്ടിയിരുന്നത്. ED കയറിയോ? കയറിയില്ല. പിണറായി വിജയൻ്റെ വീട്ടിലൊരു ചുക്കുമില്ല എന്ന് അവിടെ കയറുന്നതിന് മുമ്പേ ഇവർക്കറിയാം. പിണറായി വിജയൻ പഠിച്ച കള്ളനാ. കക്കാൻ മാത്രമല്ല നിൽക്കാനും പിണറായി വിജയൻ അറിയാം. പിണറായി വിജയൻ്റെ വീട്ടിൽ കിട്ടൂല, മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ നിന്നും കിട്ടൂല. ഇതൊക്കെ ഉള്ളത് എവിടെയാ? AKG സെൻറ്ററിൽ. അവിടെയാണെങ്കിൽ ED കയറിയിട്ടുമില്ല. കൃത്യമായിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഏതുപോലെ പിണറായി വിജയനെ വെള്ളപൂശിയോ വൈറ്റ് വാഷ് ചെയ്തോ വെളുപ്പിച്ചെടുത്തോ അതുപോലെ വലിയ പ്രതിസന്ധി, തോറ്റ് തുന്നം പാറി മാത്രമല്ല അതൊരു അവിടെ നിൽക്കട്ടെ എന്ന് കരുതാം. പാർട്ടിക്കുള്ളിൽ തന്നെ പിണറായി വിജയൻ രാജിവെച്ച് പുറത്തേക്ക് ഇറങ്ങണമെന്നുള്ള ആവശ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ട് ഓടിയെത്തുന്നു അല്ലേ? അവിടെയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകൾ പ്രസക്തമാകുന്നത്. കോടിയേരി എന്താ പറഞ്ഞത്? ബിനീഷ് ഒരു വ്യക്തിയാണ്, ബിനീഷ് പാർട്ടിയല്ല, പാർട്ടിയുടെ ആരുമല്ല, അതുകൊണ്ട് ബിനീഷിനെതിരെയുള്ള കേസ് അവിടെ നടക്കട്ടെ, പാർട്ടിക്ക് അതിൽ ഒരു പങ്കുമില്ല, ഒരു താല്പര്യവുമില്ല. എന്നാൽ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ തൈക്കണ്ടി വീണക്കെതിരെ കേസ് വന്നപ്പോൾ എന്താ ചെയ്തത്? പാർട്ടിയെ വിളിച്ച് പാർട്ടി പ്രവർത്തകരെ ഇറക്കി എന്ന് പറഞ്ഞാൽ ED റെയ്ഡ് നടക്കുന്നത് വരെ പാർട്ടിക്കകത്ത് പിണറായി വിരുദ്ധ
വികാരമുണ്ടായിരുന്നു. എന്നാൽ ആ റെയ്ഡ് ഈ വിരുദ്ധ വികാരത്തെ മറികടക്കാൻ പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ഉണ്ടാക്കിയ ഡീലിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് പകൽ വെളിച്ചം പോലെ യാഥാർത്ഥ്യമല്ലേ, തെളിഞ്ഞു നിൽക്കുകയല്ലേ നമ്മുടെ മുമ്പിൽ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വീണയുടെ അഡ്രസ്സിൽ പറയുന്നു AKG സെൻറ്റർ പാളയുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യം ED കയറേണ്ടിയിരുന്നത് AKG സെൻറ്ററിലായിരുന്നില്ലേ? കയറിയോ? കയറിയില്ലല്ലോ. കാരണം അവിടെയുണ്ട് രേഖകൾ, അവിടെയുണ്ട് എന്തൊക്കെ രേഖകൾ വേണമെങ്കിലും അവിടെ ഉണ്ട്. EDക്ക് അവിടെ കയറിയിരുന്നെങ്കിൽ മിനിമം ഈ പറയുന്ന പിണറായി വിജയൻ, ഗോവിന്ദൻ, CPM ഒക്കെ എന്തിന് ഈ CPM രാജ്യത്ത് നിന്ന് നിരോധിക്കാൻ പോലുമുള്ള രേഖകൾ അവിടെ നിന്ന് കിട്ടുമായിരുന്നു. അവിടെ കയറിയില്ലല്ലോ. അപ്പോൾ എന്താ ലക്ഷ്യം പിണറായി വിജയനെതിരെ പാർട്ടിക്കകത്തുള്ള പിണറായി വിരുദ്ധ വികാരങ്ങൾക്ക് ഒരു ശമനമുണ്ടാക്കുക, പിണറായി വിജയന് പിടിച്ചു നിൽക്കാനുള്ള ഒരു വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുക. അതുണ്ടാക്കി കൊടുത്തു അല്ലേ? ED റെയ്ഡോടുകൂടി പാർട്ടി ഈ കാര്യങ്ങളൊക്കെ മറന്നു. ഇപ്പോൾ ഇതിൻ്റെ പുറകിലാ ആരാ? ഇതിൻ്റെ പുറകിൽ പാർട്ടി നേതാക്കന്മാരടക്കം അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ പ്ലാനിങ്ങിൽ നടന്ന ഒരു പദ്ധതിയാ. അതുകൊണ്ടാണ് തൈക്കണ്ടിയിൽ വീണ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അഡ്രസ്സായ AKG സെൻറ്ററിൽ ഈ പറയുന്ന ED കയറാതിരുന്നത്. ഡീല് കൃത്യമല്ലേ, വ്യക്തമല്ലേ? അപ്പോൾ വെറുതെ അല്ലല്ലോ പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ തെറി വിളിച്ചത്, വെറുതെ അല്ലല്ലോ പിണറായി വിജയൻ ഈ പറയുന്ന കോൺഗ്രസിനെ തെറി വിളിച്ചത്. കൃത്യമാണല്ലോ, നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാൻ. കാരണം ഇത് പിണറായി വിരുദ്ധമായിട്ടുള്ള റെയ്ഡല്ല, പിണറായി വിജയനെതിരെയുള്ള റെയ്ഡല്ല, മറിച്ച് ഇത് പിണറായിയെ വെള്ളപൂശാനുള്ള റെയ്ഡായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്.